അമ്മയുടെ ആ അമ്മ നമ്മളെ ജീവനെ പോലെ നമ്മളെ ജീവനോളം സ്നേഹിച്ച ആ അമ്മയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? പോകുന്നവരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യരുത്? നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ജന്മമേകിയ മാതാവിന് മക്കളെല്ലാം എതിരായി. എപ്പോഴെതിരാവണമെന്ന് അറിയോ? ജന്മമേകിയ മാതാവിന് മക്കൾ എപ്പോഴെതിരാവണമെന്ന് അറിയോ? 4 മക്കളുണ്ട് വലുതാവുമ്പോൾ. കുഞ്ഞുനാളിലൊരു കാര്യം കിട്ടാ മക്കള്. ഇപ്പോൾ കുഞ്ഞുനാളിൽ ചെറിയ കുട്ടിയോട് നമ്മൾ പോയി പറഞ്ഞു നോക്കിയേ, എൻ്റെ അമ്മയാണ് എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു നോക്കിയേ അവരോട്. നിൻ്റെ അല്ല എൻ്റെയാണ് പറഞ്ഞാൽ എന്താ പറയുക? ചെറിയ കുഞ്ഞുങ്ങൾ സമ്മതിക്കുമോ? അവർ നമ്മളെ പിച്ച് അടിക്കുകയോ ഒക്കെ ചെയ്യും. എന്നിട്ട് പറയും നിൻ്റെ അല്ല, താത്താൻ്റെ അല്ല, ചേച്ചിയുടെ അല്ല, ഇക്കാടെ അല്ല, എൻ്റെയാണ് എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അവർ മടിയിൽ കയറിക്കും, വിട്ടു തരില്ല എന്ന് പറയും. ഇതേ കുട്ടികൾ വലുതായപ്പോഴേ 4 മക്കൾ അവർക്ക് തിരക്കൊക്കെ ആയപ്പോൾ അവർ പറയണേ, നിൻ്റെയും കൂടി അല്ലേ ഇക്കാട്, അല്ലെങ്കിൽ ചേട്ടനോട് ചേച്ചിയോട് പറയാ, നിൻ്റെയും കൂടി ഉമ്മയല്ലേ, നീ നോക്കിക്കോ, എനിക്ക് നേരില്ല കേട്ടാ, എനിക്കിനി അമ്മനെ അച്ഛനെ നോക്കാൻ എനിക്ക് നേരില്ല. എങ്ങനെ കഷ്ടപ്പെട്ടതാണ്! വിശക്കുമ്പോഴും വേദനിക്കുമ്പോഴും കരയാൻ മാത്രം അറിഞ്ഞിരുന്ന ആ കുഞ്ഞുങ്ങളെ അവരെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ട് അവസാനം പറയാണ്, നീ നോക്കിക്കോ, ഞാൻ നോക്കുന്നില്ല, നീ നോക്കിക്കോ. അത് കേട്ടാൽ എന്തായിരിക്കും അവർക്ക് അവസ്ഥ? അവർക്ക് എന്തായിരിക്കും അവസ്ഥ? അവർ ശരിക്കും മരിച്ചു പോയ പോലെ, ഇതിലും നല്ലത് മരിക്കുകയാണ് എന്ന് അവർക്ക് തോന്നിപ്പോവും. ജന്മമേകിയ മാതാവിന് മക്കളെല്ലാം എതിരായി, അമ്മ കണ്ടൊരു സ്വപ്നവുമെല്ലാം പൊന്നുമക്കൾ പൂട്ടിട്ടു. ഇവന് നന്നായി വളർന്ന് വലുതാവുമ്പോൾ എന്നെ നോക്കും എൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കുമെന്ന് പ്രതീക്ഷിച്ച് വളർന്ന മക്കളെ, ആ മക്കൾ അവരെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ വിട്ടുകൊണ്ട് പോകുമ്പോൾ അമ്മയുടെ മനസ്സിലെന്താണ്ടാവുക? വല്ലാത്ത സങ്കടാവും. ജന്മമേകിയ മാതാവിന് മക്കളെല്ലാം എതിരായി, അമ്മ കണ്ടൊരു സ്വപ്നവുമെല്ലാം പൊന്നുമക്കൾ പൂട്ടിട്ടു. ഇനിയോ വയസ്സായപ്പോഴോ? അതുവരെ കിട്ടാളൊക്കെ കൊണ്ട് കിട്ടി. വാർദ്ധക്യ സന്ധിയിൽ അവരെ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു. എവിടെ ദൂരത്ത് കൊണ്ടുവിടുന്നത്? എവിടെ കൊണ്ടുവിടുന്നത്? കുറെ ആളുകൾ അമ്മേനെ, വയസ്സായ അച്ഛനെ അമ്മേനെയൊക്കെ എവിടെ കൊണ്ടുവിടുന്നത്? അനാഥാലയത്തിൽ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അനാഥാലയത്തിൽ കൊണ്ടുവിട്ട പോലെ തന്നെ വീട്ടിൽ അവരെ അവഗണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ വാർദ്ധക്യ സന്ധിയിൽ അവരെ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു, വിടരുന്ന ചിരിമലർ മുഖമിൽ അമ്മ മരിക്കാതെ മണ്ണിട്ടു. എപ്പോഴാ മണ്ണിടുക? മരിച്ചു കഴിഞ്ഞാൽ മണ്ണിട്ട്. അതേപോലത്തെ അവസ്ഥയാണെന്ത്? ആ ജീവിച്ചിരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിടുന്ന പോലെയാണ്. ആ അമ്മയെ നോക്കാതെ, അച്ഛനെ നോക്കാതെ മക്കൾ എന്ത് ചെയ്യുമ്പോൾ? വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ അവരെ അവഗണിക്കുമ്പോൾ. ഇനി നിങ്ങളോട് പറയാണ് ഒരു സാങ്കല്പിക ചോദ്യം. അടുത്തൊരു ജന്മത്തിൽ, സാങ്കല്പിക ചോദ്യമാണ്, അടുത്തൊരു ജന്മത്തിൽ നിങ്ങളെ ഒരു രാജകൊട്ടാരത്തിനകത്ത് ഒരു രാജകുമാരിയായി ജനിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു രാജകുമാരനായിട്ട് ജനിപ്പിക്കാം. പക്ഷെ ഒരു ഡിമാൻഡുണ്ട്. ദൈവം എന്ന് പറയാണ്, ഒരു ഡിമാൻഡുണ്ട്. എന്തു ചെയ്യും? അച്ഛനും അമ്മയും വേറെ ആയിരിക്കും. ഒരു രാജാവായിരിക്കും, ഒരു രാജ്ഞിയായിരിക്കും. സമ്മതിക്കോ? ആരെങ്കിലും സമ്മതിക്കോ? ഇല്ല. ഇനി എത്ര ജന്മമുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ആര് മതി? ഇപ്പോഴുള്ള അച്ഛനും അമ്മ മതി. ഇനി എവിടെയാണ്? ഇനി ഒരു ജന്മം എന്നാണ് വിശ്വാസം. ഇതെല്ലാ ആളുകളുടെ വിശ്വാസം. ജന്മം നൽകിയവനെ, ജീവൻ നൽകിയവനെ, സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകുന്നോനെ. ഇനി എവിടെ പോയാലും ആ ലോകം സ്വർഗമാണെങ്കിൽ ആര് വേണം? അച്ഛനും അമ്മയും വേണം. മരിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാദാ അവസാനമായൊരു ആഗ്രഹമുള്ളിൽ, ഇനിയൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെ ഉമ്മാൻ്റെ മകളാവണം. കരൾ പൊട്ടി എനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരു പാൻ്റെ മകനാവണം. ഏതാൾക്കാർക്കും തന്നെയല്ല ആഗ്രഹം ഉണ്ടാവുക? ഇനിയൊരു 100 ജന്മം നൽകിയാലും, ഇനിയൊരു 100 ജന്മം ഞങ്ങൾക്കുണ്ടായാലും, ഞങ്ങളെ ഇത്രയധികം സ്നേഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച, ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട, എന്ത് വെയിലായാലും മഴയായാലും മഞ്ഞായാലും എന്ത് അസുഖമുണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ മറന്ന്, അവരുടെ വേദനകൾ മറന്ന് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും അല്ലാതെ ലോകത്തൊരാളുടെ മകനായിട്ട് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എങ്കിൽ ആ അച്ഛനെയും അമ്മയെയും
അവർ പറയുന്ന പോലെ അവരാഗ്രഹിക്കുന്ന പോലെ ആ അച്ഛനെയും അമ്മയെയും അവർക്ക് വയസ്സാകുമ്പോൾ നോക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പം എന്ത് വേണം? അവർ പറഞ്ഞ പോലെ പഠിക്കുകയും നല്ല ജോലി കിട്ടുകയും അവരെ നല്ല പോലെ നോക്കുന്നവരായിട്ട് എന്ത് ചെയ്യും? നമ്മൾ മാറുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ അച്ഛനെയും അമ്മയെയും കുറിച്ച് ആലോചിച്ചതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങളെ കരയിപ്പിക്കാൻ, എല്ലാവരും കരയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതെന്ത് വേണം? നിങ്ങളുടെ മനസ്സിൽ ഇതിങ്ങനെ ഒരു കോറലായി, ഒരു നീറലായി നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? ഇതുണ്ടാവണം. ഇതിനിപ്പോൾ ഏറ്റവും വലിയൊരു സൈന്യാധിപൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറഞ്ഞാൽ അവനും തന്നെയാണ് ഉണ്ടാവുക. ലോകം നിയന്ത്രിക്കുന്ന ഒരു സൈനിക മേധാവിയാണെങ്കിലും അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? സങ്കടം ഉണ്ടാവും. അതാണ് അച്ഛൻ, അതാണ് അമ്മ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അവരെ എന്ത് ചെയ്യണം? നമ്മൾ പരിഗണിക്കണം. വീട്ടിൻ്റെ ഉള്ളിലായാൽ പോലും അവർക്ക് പരിഗണന കൊടുക്കണം. നമ്മൾ വലുതാകും തോറും, നമ്മൾ വളരും തോറും എന്ത് ചെയ്യണം? ഇത് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അവരോട് എന്താ, ഇനിയിപ്പോൾ എൻ്റെ കാര്യം ഒന്നും ഇങ്ങനെ പറയില്ല, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല എന്ന് പറഞ്ഞിട്ട് അവരോട് കയർക്കാൻ നിൽക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വേണം? അവരോട് പറയണം, അറിയാതെ പറഞ്ഞതാണ് കേട്ടോ, ക്ഷമിക്കണം എന്ന് പറയണം. കാരണം എന്താ? മാതാപിതാക്കളുടെ അവരെ സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പ്രയാസമാണെന്ന് പറയാം. പക്ഷേ മനസ്സറിഞ്ഞിട്ട് അവർ നമ്മളെ ശപിക്കുമോ? മനസ്സറിഞ്ഞിട്ട് ഒരിക്കലുമില്ല. നമ്മൾ എത്ര അവരായിട്ട് വഴക്കിട്ടാലും, എത്ര ചീത്ത പറഞ്ഞാലും അവരെന്താ പറയുക? എൻ്റെ കുട്ടിക്ക് നല്ലത് വരുത്തണേ എന്ന് മാത്രം പറയുന്ന ആ ഒരു മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ നല്ലപോലെ സ്നേഹിക്കണം, നല്ലപോലെ പരിചരിക്കണം. അപ്പോൾ ഏത് സമയത്താണ് കൂടുതൽ കെയറിങ് അവരെ വേണ്ടി വരിക? എപ്പോഴാണ് വേണ്ടി വരിക? അവർക്ക് വയസ്സാകും തോറും അവർ കുഞ്ഞുങ്ങളെപ്പോലെ ആയിട്ട് മാറുമ്പോൾ, നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ അവർ വളർത്തിയത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവരെയും പരിഗണിക്കേണ്ടി വരും, അവരെയും വളർത്തേണ്ടി വരും, അവരെയും സ്നേഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന പറഞ്ഞത്? ഏതുപോലെയാവുന്ന പറഞ്ഞത്? ജീവിച്ചിരിക്കെ മുഖത്ത് മണ്ണ് വാരിടുന്ന, അവരെ മരിച്ചവരെ പോലെയാക്കി മാറ്റി അവരെ വിട്ട് ഇറങ്ങിപ്പോകുന്ന, അവരെ വേണ്ട എന്ന് പറയുന്ന അവരായിട്ട് നമ്മൾ മാറരുത്. അതിന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഇത് മനസ്സിൽ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കണം. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിലുണ്ടാവില്ലേ? ഈ ഒരു ക്ലാസ് എന്നും ഓർമ്മയിലുണ്ടാവില്ലേ?